നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തിനെ പറ്റിയുള്ള കഥകൾ. അപ്പൊ നേരിട്ട് കഥയിലേക്ക് കിടക്കാം. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ബ്രഹ്മപുത്രന്മാരായ സനകാദി മുനിമാർ, സനകൻ, സനന്ദകൻ, സനാതനൻ, സനൽകുമാരൻ എന്നിങ്ങനെ പേരുള്ള 3 ബാലന്മാരായ മുനിമാർ മഹാവിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തും. ഈ സമയം വിശ്രമത്തിലായിരുന്ന ഭഗവാനെ കാണാൻ ദ്വാരപാലകരായ ജയവിജയന്മാർ അനുവദിക്കുന്നില്ല. അവർ ഈ മുനിമാരെ തടഞ്ഞു. ദ്വാരപാലകർ മുനിമാരോട് പറഞ്ഞു, അല്ലയോ മുനിമാരെ, ഭഗവാൻ ഈ സമയം ക്ഷീണിതനായി വിശ്രമത്തിലാണ്. അതിനാൽ ഈ സമയം ഭഗവാനെ കാണാൻ നിങ്ങളെ അനുവദിക്കുകയില്ല. മുനിമാർ വരെ നിർബന്ധിച്ചെങ്കിലും ദ്വാരപാലകർ ഭഗവാനെ കാണാൻ സനകാദി മുനിമാരെ അനുവദിക്കുന്നില്ല. ദ്വാരപാലകരുടെ ഈ പ്രവൃത്തിയിൽ മനം നൊന്ത മുനിമാർ ദ്വാരപാലകരെ ശപിച്ചു. ഇനിയുള്ള 3 ജന്മങ്ങളിൽ നിങ്ങൾ അസുരന്മാരായി തീരട്ടെ. മുനിമാരുടെ ശാപവാക്കുകൾ കേട്ട ജയവിജയന്മാർ കൈന് വിറച്ചു. അവർ മുനിമാരുടെ ക്ഷമാപണം നടത്തുകയും ശാപമോക്ഷത്തിനായി അപേക്ഷിക്കുകയും ചെയ്തു. ഇത് കേട്ട സനകാദി മുനിമാർ ജയവിജയന്മാരോട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത 3 ജന്മത്തിലും നിങ്ങൾ അസുരന്മാരായി ജനിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ കരങ്ങളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കട്ടെ എന്ന് പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ കശ്യപ പ്രജാപതിക്കും അസുര മാതാവ് ദിതിക്കും പുത്രന്മാരായി ജയവിജയന്മാർ പുനർജനിക്കുകയാണ്. അവരുടെ പേരാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. കഥയിലെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സനകാദി മുനിമാരുടെ ശാപം എങ്ങനെയായിരുന്നു. ജയവിജയന്മാർ അടുത്ത 3 ജന്മത്തിലും അസുരന്മാരായി ജനിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ കൈകളാൽ നിഗ്രഹിക്കപ്പെട്ട് അതുവഴി ശാപമോക്ഷം ലഭിക്കുക. അതിനാൽ കൃതയുഗത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിച്ച് ത്രേതായുഗത്തിൽ രാവണനും കുംഭകർണനുമായി ജനിക്കുകയും ദ്വാപരയുഗത്തിൽ ശിശുപാലനും ദന്തവക്രനുമായി ആണ് ജനിക്കുന്നത്. അതിനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അടുത്ത ഓരോ അവതാരങ്ങൾ വരുമ്പോൾ നമ്മൾ തുടർച്ചയായി കഥകൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അങ്ങനെ ഈ പരാക്രമികളായ അസുരന്മാർ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം ആവശ്യപ്പെടുകയാണ്. ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ കൊല്ലാൻ പാടില്ല. ശരി, അങ്ങനെ ആകട്ടെ എന്ന് ബ്രഹ്മദേവൻ ഇവരെ അനുഗ്രഹിച്ച് അപ്രത്യക്ഷനാകും. അങ്ങനെ വരം ലഭിച്ചതോടുകൂടി 3 ലോകവും അടക്കിവാണ് ഇവർ ഭരിക്കുകയാണ്. ദേവന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് സ്വർഗലോകവും ഇവരുടെ കൈക്കലാക്കി. അങ്ങനെ ലോകം മുഴുവൻ ഭയം വിതച്ച് ഇവർ ജീവിച്ചു വന്നിരുന്ന കാലം. ഒരിക്കൽ ഹിരണ്യാക്ഷൻ തന്റെ ഗദയുമായി എല്ലാവരെയും വെല്ലുവിളിച്ച് ആരോടെങ്കിലും തനിക്ക് യുദ്ധം ചെയ്യണമെന്ന് ഉറപ്പിച്ച് 14 ലോകവും ചുറ്റിനടക്കും. ഇവരോടുള്ള ഭയം കാരണം ഇവർക്കെതിരെ ആരും യുദ്ധത്തിന് പോകാതുമായി. അങ്ങനെ ഹിരണ്യാക്ഷൻ തന്റെ ഗദയുമായി സമുദ്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. വരുണദേവനെ യുദ്ധത്തിന് വെല്ലുവിളിച്ചതുകൊണ്ട് തിരമാലകളൊക്കെ അടിച്ച് തകർത്ത് കടലിലേക്ക് ഇറങ്ങി വരുണദേവന്റെ കൊട്ടാരത്തിൽ ചെന്നു. ഹിരണ്യാക്ഷൻ വരുന്നത് കണ്ട് വരുണദേവൻ കൈന്ന് വിറച്ചു. കാരണം ഹിരണ്യാക്ഷനോട് യുദ്ധം ചെയ്താൽ ഒരിക്കലും വരുണദേവൻ ജയിക്കുകയില്ലെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അതിനാൽ വരുണദേവൻ കൊട്ടാരത്തിൽ തന്നെ ഒളിച്ചിരുന്നു. ഹിരണ്യാക്ഷൻ തന്റെ ഗദയുമായി തിരമാലകളൊക്കെ അടിച്ചു തകർത്ത് വരുണദേവനെ വെല്ലുവിളിച്ച് സമുദ്രത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ വരുണദേവൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞു, ഞങ്ങൾ ദേവന്മാരെ ഉപദ്രവിക്കാതെ ഹിരണ്യാക്ഷന് ധൈര്യമുണ്ടെങ്കിൽ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ചെന്ന് വെല്ലുവിളിക്കുക. ഈ ലോകത്ത് നിങ്ങളെ എതിർക്കാൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ. അഹങ്കാരിയായ ഹിരണ്യാക്ഷൻ അവിടെ നിന്നും തിരിച്ച് ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് യാത്രയായി. ഇതേ സമയം ഇതിന് സമാന്തരമായി മറ്റൊരു സംഭവം നടക്കുന്നു. ബ്രഹ്മദേവനെ കാണാൻ വൈവസ്വതം അനുവദിക്കുന്നു. മത്സ്യാവതാര സമയത്ത് ഹയഗ്രീവനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകിയപ്പോൾ
പ്രളയജലം കൊണ്ട് ഭൂമി മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആ ഭൂമിയിൽ താമസിക്കാൻ അത് വാസയോഗ്യമല്ലാതായി. ആ സങ്കടം ഉണർത്തിക്കാൻ വൈവസ്വതമനു ബ്രഹ്മാവിനെ കാണാനെത്തിയ സമയം. ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവ് ശ്രീ മഹാവിഷ്ണുവിനെ ധ്യാനിക്കുന്നു. ബ്രഹ്മദേവന്റെ നാസികയിൽ നിന്നും ഒരു ചെറിയൊരു ജീവി പുറത്തേക്ക് വീഴുന്നു. പൊടുന്നനെ അത് വളർന്നു വലിയൊരു പന്നിയുടെ രൂപമായി. അതാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരം. ബ്രഹ്മദേവന്റെ ഇച്ഛപ്രകാരം പ്രളയജലത്തിൽ മുങ്ങിക്കിടക്കുന്ന ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരാൻ ഭഗവാൻ ശ്രീ മഹാവിഷ്ണു വരാഹ അവതാരമായി അവതരിച്ച് കടലിലേക്ക് ആണ്ടുപോകും. ഏറ്റവും അടിത്തട്ടിലെ രസാതലം എന്ന സ്ഥലത്ത് ചെന്ന് ഭൂമിയെ തന്റെ തേറ്റകളാൽ ഭഗവാൻ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നത്. ഈ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്യാൻ ഹിരണ്യാക്ഷൻ എത്തുന്നത്. ഭൂമിയെ തന്റെ തേറ്റകളാൽ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാവിഷ്ണുവിനെ, വരാഹ രൂപത്തിലുള്ള മഹാവിഷ്ണുവിനെ ഉപദ്രവിക്കാനായി ഹിരണ്യാക്ഷൻ അടുത്തേക്ക് ചെല്ലുന്നു. ഹിരണ്യാക്ഷൻ തന്നെ വെല്ലുവിളിച്ചെങ്കിലും വരാഹമൂർത്തി അസുരനെ ശ്രദ്ധിക്കുന്നേയില്ല. ഈ സമയം ഹിരണ്യാക്ഷൻ വിചാരിച്ചു, തന്നെ കണ്ട് മഹാവിഷ്ണു ഭയന്നതുകൊണ്ടാവാം തന്നോട് തിരിച്ച് യുദ്ധം ചെയ്യാത്തത്. എന്നാൽ വരാഹമൂർത്തി തന്റെ ഉദ്യമമായ ഭൂമിയെ ഉദ്ധരിക്കുന്ന ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നേയില്ല. ഏറെ സമയങ്ങൾക്ക് ശേഷം ഭൂമിയെ അതിന്റെ ഉപരിതലത്തിൽ എത്തിച്ചതിനു ശേഷം ഭഗവാൻ ശ്രീ മഹാവിഷ്ണു എന്ന വരാഹമൂർത്തി ഹിരണ്യാക്ഷനെതിരെ തിരിഞ്ഞു. ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. അങ്ങനെ യുദ്ധത്തിനൊടുവിൽ വരാഹം തന്റെ തേറ്റകളാൽ ഹിരണ്യാക്ഷനെ വധിച്ചു. അങ്ങനെ പ്രളയത്തിൽ മുങ്ങിപ്പോയ ഭൂമിയെ ഉദ്ധരിച്ചും ഹിരണ്യാക്ഷനെ വധിച്ചും ഭഗവാൻ ശ്രീ മഹാവിഷ്ണു തന്റെ വരാഹ അവതാരം പൂർത്തിയാക്കി. ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ വരാഹമൂർത്തി ഭാവത്തിലുള്ള 23 ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ 4 ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം, പന്നിയൂർ വരാഹമൂർത്തി ക്ഷേത്രം പാലക്കാട്, ചെറായി വരാഹസ്വാമി ക്ഷേത്രം എറണാകുളം, വരാപ്പുഴ ശ്രീ വരാഹ ക്ഷേത്രം എറണാകുളം. വരാപ്പുഴ എന്ന പേര് വരാഹപ്പുഴയിൽ നിന്നായിരുന്നു പണ്ടെന്നും അത് ലോപിച്ചാണ് വരാപ്പുഴ ആയതെന്നും ഐതിഹ്യമുണ്ട്. അപ്പോൾ നമ്മൾ കഥയിലേക്ക് തിരിച്ചു വരുമ്പോൾ, വരാഹമൂർത്തിയായി ഭഗവാൻ മഹാവിഷ്ണു ഹിരണ്യാക്ഷനെ വധിച്ചപ്പോൾ ഹിരണ്യാക്ഷന്റെ സഹോദരനായ ഹിരണ്യകശിപു ഈ വിവരമറിഞ്ഞ് ശ്രീ മഹാവിഷ്ണുവിനോട് തീർത്താതീരാത്ത പകയും വിദ്വേഷവുമായി. എങ്ങനെ ഈ മഹാവിഷ്ണുവിനെ ജയിക്കണമെന്നും ഈ ലോകം വീണ്ടും തന്റെ കൈകളിലാക്കണമെന്ന് ഹിരണ്യകശിപു ഉറപ്പിച്ചു. അങ്ങനെ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ ജയിക്കണമെന്നും തനിക്ക് അമരത്വം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തിനായി ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിക്കാനിരുന്നു. ബാക്കി കഥ വരുന്നത് ഭഗവാന്റെ അടുത്ത അവതാരമായ നരസിംഹാവതാരത്തിലാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നരസിംഹാവതാരം പറയുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.